ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ജൂൺ 12 രാവിലെ ഏകദേശം 10 മണിയായി. അപ്പോൾ നമ്മളിന്ന് റൂം വെക്കേറ്റ് ചെയ്യാന്ന് ഇവിടുത്തെ. അപ്പോൾ നമ്മളൊരു അക്കോമഡേഷൻ ടൂർ ചെയ്യാമെന്ന് വെച്ചു. ഞങ്ങൾ താമസിക്കുന്ന ഒരു 5 ബെഡ്റൂം ഫ്ലാറ്റാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പല വീഡിയോയിലും. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ അക്കോമഡേഷൻ ടൂർ ചെയ്യാമെന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ രണ്ടുപേരും മാത്രം, നമ്മളാണ് അവസാനം കീ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്നാ നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ നമുക്ക് എന്താ കിച്ചൺ തന്നെ ആദ്യം തുടങ്ങാം അല്ലേ. ഇവിടെ കിച്ചണില് നമുക്ക് 4 ചെയർ, അതുപോലെ തന്നെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ ഈ ഹൂവർ ഇവിടെ ഉള്ളതാ. പിന്നെ നിങ്ങൾ ഈ വിൻഡോൻ്റെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ടെസ്കോ സൂപ്പർ സ്റ്റോറാണ്, കണ്ടില്ലേ? പാർക്കിംഗ് ഏരിയ ആണ് സൂപ്പർ സ്റ്റോറിൻ്റെ. അപ്പോൾ 24 അവർ, എനിക്ക് 24 അല്ല സോറി, മോർണിംഗ് 6 to 12 വരെ നിങ്ങൾക്ക് ഉണ്ട് ആ ടെസ്കോ. എല്ലാ വീട്ടിലുള്ള പോലെ ഒരു മൈക്രോവേവ് ഓവനുണ്ട്, പിന്നെ താഴെ ഒരു ഓവനുണ്ട്, പിന്നെ ഇത് ഗ്യാസ്. എല്ലാവരുടെയും നമുക്ക് കാണുന്നില്ല അല്ലേ. ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് സ്റ്റുഡന്റ് അക്കോമഡേഷനിൽ മോസ്റ്റ്ലി അവൈലബിൾ ആയിരിക്കത്തില്ല. അതെ, ഇത് ഓൺലി എനിക്ക് തോന്നുന്നു ഞങ്ങളിപ്പോൾ ഫ്ലാറ്റിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന്. പിന്നെ വന്നിട്ട് ഫ്രിഡ്ജ്, പിന്നെ താഴത്തെ ഫ്രീസർ. ഇതേപോലെ ഞങ്ങൾക്ക് ഇവിടെ 2 ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഇത് അടുത്തൊരു ഫ്രിഡ്ജാണ്. സാധാരണ നമുക്ക് ഒരു ഫ്രിഡ്ജൊക്കെ കിട്ടുന്നതായിരിക്കും. 5 പേര് ഷെയർ ചെയ്യുന്ന ഫ്ലാറ്റാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ഫ്രിഡ്ജൊക്കെ തന്നെ കിട്ടിയ ഭാഗ്യം ആണ്. പിന്നെ അടുത്തത് വാഷിംഗ് മെഷീൻ. ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ അപ്പം നിങ്ങൾക്ക് ഇത് സ്റ്റുഡൻ്റ് അക്കോമഡേഷനിൽ ഇത് കിട്ടണമെന്നില്ല. കാരണം അവിടെ നിങ്ങൾക്ക് കോമൺ വാഷിംഗ് ഏരിയ ആയിരിക്കും. പക്ഷെ അത് പേ ചെയ്യേണ്ടി വരും, സെപ്പറേറ്റ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും. പിന്നെ ഒന്നുമില്ല, നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ കബോർഡ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ കബോർഡാണ്, ഇത് കണ്ടില്ലേ? ഇതൊക്കെ കബോർഡാണ്. പിന്നെ എല്ലാം കബോർഡാണ്. പിന്നെ ഇവിടെ ഒക്കെ കബോർഡ്, താഴെ ഡ്രോയർ കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ്. ഇത്രയും സൗകര്യങ്ങൾ നമുക്ക് സാധാ സ്റ്റുഡന്റ് അക്കോമഡേഷൻ കിട്ടത്തില്ല. അപ്പം ഇതാണ് കിച്ചണിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഉള്ളത്. അപ്പം നമുക്ക് എന്നാൽ അടുത്ത ഇതിലോട്ട് പോവാം. ഇത് വന്നിട്ട് അടുത്തതൊരു ടോയ്ലറ്റാണ്. മിററുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് അയൺ റോഡ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വെന്റിലേഷൻ ഉണ്ട്. പിന്നെ ഇവിടെ ഷവർ വരുന്നുണ്ട് നിങ്ങൾക്ക്. ഇതൊരു ക്യൂബിക്കൽ ഫോമിലാണ്. ഇതായിരിക്കും നിങ്ങൾക്ക് മിക്കവാറും സ്റ്റുഡന്റ് അക്കോമഡേഷനിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇങ്ങനെ ആയിരിക്കും അവർ തരാറ്. പക്ഷെ ഇതൊന്നും ഉണ്ടായില്ല, ഇങ്ങനത്തെ ആയിരിക്കില്ല. ചുമ്മാ ഒരു പൈപ്പൊക്കെ തട്ടിക്കൂട്ടി പിന്നെന്താ ടോയ്ലറ്റിന്റെ കാര്യത്തിലൊക്കെ വരുന്ന. പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് വന്നു. ഇതൊരു ടോയ്ലറ്റ്. ഇത് ആക്ച്വലി കോമൺ ടോയ്ലറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇത് കിച്ചൻ്റെ അടുത്തുള്ള ഒരു ടോയ്ലറ്റാണ്. പിന്നെ നമുക്ക് അടുത്ത ടോയ്ലറ്റ് കാണിച്ചു തരാം. അടുത്ത ടോയ്ലറ്റ് കുറച്ച് സെൻട്രലായിട്ടോടെ. ഇതാണ് ഇവിടുത്തെ ബിഗ്ഗസ്റ്റ് ടോയ്ലറ്റ്. കാണാൻ പറ്റില്ല. ബാത്ത് ടബ് ഉണ്ട്. പിന്നെ ക്ലോസറ്റ് ഇവിടെ സെയിം അയൺ റോഡ്, പിന്നെ മിറർ, പിന്നെ കുറച്ച് ചെറിയൊരു ബ്രഷ്, അങ്ങനത്തെ കാര്യം, ഷാമ്പു കഴിക്കുന്ന സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഇതാണ് അടുത്തൊരു ടോയ്ലറ്റ്. ഇത് കുറച്ച് അത്യാവശ്യം വലിയ ടോയ്ലറ്റാണ്. നമുക്ക് ഈ റൂമിൽ നിന്ന് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് ഫസ്റ്റ് റൂം. ഇവിടെ വേറെ ആയിരിക്കും ആയിരുന്നു, ഇപ്പോൾ ആരുമില്ല. റൂമിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു ബെഡ് സ്പേസ് ഉണ്ട് ഇവിടെ. നല്ല അത്യാവശ്യം വലുപ്പമുള്ള ബെഡാണ്. പിന്നെ ഒരു ടേബിൾ, ചെയർ ഉണ്ട്. പിന്നെ ഇത് വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്, കണ്ടില്ലേ? സ്ട്രീറ്റ് വ്യൂ, അടിപൊളി വ്യൂ ആണ് അവിടെ. പിന്നെന്താ,
പിന്നെ അവിടെ നിങ്ങൾക്ക് കബോർഡ്, ഇവിടെ അടിയിൽ ബെഡ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അടിയിൽ നിങ്ങൾക്ക് ട്രോളി കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള ബെഡ് സ്പേസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കബോർഡ് ഉണ്ട് ഇവിടെ, കണ്ടില്ലേ? ഇതേ ഒരു രീതി തന്നെ ഇപ്പൊ ആക്ച്വലി സെയിം ഇതാണ്. ആക്ച്വലി ഇതൊരു എല്ലാ റൂമും ഇവിടെ. ഇവിടെ എനിക്കൊന്ന് ഈ കുറച്ച് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി ഈ റൂം മാത്രം കുറച്ച് സ്പെഷ്യലാണ്. ഇപ്പോൾ കുറച്ചുകൂടി സ്പേസ് ഉണ്ട് ഈ റൂമിൽ. സ്പേസ് ഉണ്ട് ഈ റൂമിൽ. ഇതൊരു വേറൊരു ഡയറക്ഷനിൽ സ്പേസ് ഉണ്ട്. പിന്നെ ഇതൊരു നെക്സ്റ്റ് വിൻഡോ ആണ്. അപ്പോൾ ഈ റൂമിൽ മാത്രമാണ് ശരിക്കും 2 വിൻഡോ ഉള്ളൂ, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ റൂം. നേരെ സെക്കൻഡ് റൂമിലോട്ട് പോകും. സെക്കൻഡ് റൂം, ബാക്കി എല്ലാ റൂമും ഏകദേശം സെയിം ഇതാണ് കേട്ടോ. ഇതാണ് സെക്കൻഡ് റൂം. ആസ് യൂഷ്വൽ ബെഡ് ഉണ്ട്. പിന്നെ ഇത് അവിടെ നേരത്തെ കണ്ട പോലെ തന്നെ സെയിം വിൻഡോ. പിന്നെ ഒരു ടേബിൾ ചെയർ, സെയിം നേരത്തെ കണ്ട കബോർഡ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രോപ്പർട്ടിയാണ് MM പ്രോപ്പർട്ടി. അവിടെ അത്യാവശ്യം റേറ്റ് കൂടുതലാണ്. നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഞങ്ങൾ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പം ഇത് അടുത്ത റൂം സെയിം നമ്മുടെ അതെനിക്ക് തോന്നുന്നു കുറച്ച് സ്പേസ് കുറവാണ് തോന്നുന്നു ഇത്. പിന്നെ ടേബിൾ ഉണ്ട്, ചെയർ ഉണ്ട്, ആസ് യൂഷ്വൽ കബോർഡ് സ്പേസ്. അപ്പം ഇതാണ് നമ്മുടെ തേർഡ് റൂം. അപ്പോൾ നമുക്ക് അടുത്ത റൂം കിട്ടും. ഇത് നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് ഒരു കോറിഡോറാണ്. ഇവിടെ തന്നെ വലിയ ബിഗ് വിൻഡോസ് ഉണ്ട്. ഇത് പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ അവിടെ മെയിൻ്റെനൻസ് നടക്കുന്നതുകൊണ്ട് അവർ ചുമ്മാ അവിടെ കാർ ഇട്ടിരിക്കുക. അപ്പോൾ ഇതുണ്ടല്ലേ, നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. നമുക്ക് അടുത്ത റൂമിലോട്ട് പോകാം. ഇത് നമ്മുടെ 4th റൂം. ഇത് 5 ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ 5 ബെഡാണ് ഉള്ളത്, 2 ടോയ്ലറ്റും ഉണ്ട്. സെയിം സ്ട്രക്ചർ, സെയിം ഫർണിച്ചർ, കാര്യങ്ങളെല്ലാം സെയിം ആണ് കേട്ടോ. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ടേബിൾ, ചെയർ, ബെഡ്, പിന്നെ കബോർഡ്, ഇത് എല്ലാവിടെയും സെയിം ആയിട്ടുള്ള സംഭവമാണ്, കണ്ടില്ലേ? പിന്നെ നമുക്ക് അടുത്ത റൂമിൽ പോകാം. ഇത് ഞങ്ങളുടെ ഫൈനൽ റൂം. പിന്നെ ഇവിടെ ഒരു ഫോണൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കോൾ എടുത്തിട്ട് ഈ ലോക്ക് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ നിന്ന് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മൾ പോയി മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് 5ാമത്തെ റൂം, കണ്ടില്ലേ? അത്യാവശ്യം സെയിം സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കുറച്ച് വലുപ്പമുണ്ട്. എനിക്കൊന്നും മറ്റേ റൂമിനെ പോലെ തന്നെയാണ്, കുറച്ച് വലുപ്പമുണ്ട്. സെയിം ബെഡ്, ടേബിൾ, ചെയർ, കബോർഡ്. പിന്നെ ഈ റൂമിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു പ്ലേസ് ഞങ്ങൾ കാണിക്കാം. 5 പേർക്കായിട്ട് മാത്രമേ ഉള്ളൂ. അതെ, അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്പെഷ്യൽ പ്ലേസ്. എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു ലോഞ്ച് സെറ്റപ്പ് വേറെ ഏത് എനിക്ക് അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റിൽ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം നിങ്ങൾക്ക് കിച്ചണുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. അതെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കണ്ടില്ലേ സമാധാനമായിട്ട് ഇരുന്ന് ഇവിടെ ഒരു TV കാണാം. ഞങ്ങളുടെ മോസ്റ്റ് ഓഫ് ദ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഞങ്ങളുടെ റൂമിൽ പോയി ഞങ്ങൾ അതുവരെ അങ്ങനെ ഇരുന്നിട്ടില്ല. എപ്പോഴും TV കണ്ടോണ്ട് ഇവിടെ ആയിരിക്കും. അതെ, അപ്പോ ഇത് ഭയങ്കര സ്പെഷ്യൽ സ്പേസ് ആയിരിക്കും. നല്ല ഓർമ്മകൾ തന്നിട്ടുള്ള സ്പേസ് ആണ്. കൂട്ടുകാർ വന്നാലും അതെ, നമ്മള് ഫ്രണ്ട്സായിട്ടൊക്കെ വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പല വീഡിയോ ഇവിടെ തന്നെ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോകളുണ്ട്. അങ്ങനത്തെ ഒരു നല്ല സ്പേസ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്പേസ് നിങ്ങൾക്ക് വീട്ടിൽ പോയാൽ പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഭയങ്കര പാടാണ്. അതെ, എനിക്ക് തോന്നുന്നു എല്ലാം അറ്റാച്ച്ഡ് ആയിട്ട്, കിച്ചൺ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് മോസ്റ്റ്ലി എല്ലാ വീടുകളായാൽ പോലും. സ്റ്റുഡന്റ് അക്കോമഡേഷൻ ഒന്നും നോക്കുക വേണ്ട, പിന്നെ കിട്ടുക. സ്റ്റുഡന്റ് അക്കോമഡേഷൻ ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. അതെല്ലാം നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടതായിരിക്കും. ആ ഒരു ഫുൾ ബിൽഡിംഗ് ചിലപ്പോൾ 2 സ്പേസസ് ഒക്കെ കാണത്തുള്ളൂ. നിങ്ങൾ അത് ഫുൾ ഇങ്ങനെ ബുക്ക് ചെയ്തോ. അപ്പോൾ
കണ്ടില്ലേ? അപ്പം ഇന്ന് ഏകദേശം എല്ലാം കാണിച്ചു. ഇനി ഞങ്ങൾ ഇതിൻ്റെ വേറെ ഔട്ടറും കൂടി ഒന്ന് കാണിക്കാം, ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഫുള്ള് മൂവ് ചെയ്തിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ എൻട്രൻസ് ഡോറാണ്. ഇങ്ങനെയാണ് വന്നില്ലേ, കണ്ടില്ലേ? MF പ്ലേസ് ഈ ബിൽഡിങ്ങിലാണ് വരുന്നത്. വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോൾ ബൈ.